ചേട്ടന്റെ ജോലി എല്ലാം സാക്രിഫൈസ് ചെയ്ത് മോൻ്റെ ഓടുന്നത്. അതുപോലെ തന്നെയാണ് ചേച്ചിയും. ചേച്ചി ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. സോ ചേച്ചി എന്തെല്ലാം ആയിരുന്നു മക്കൾക്ക് വേണ്ടി, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ചേച്ചി മിസ് എന്ന് പറയാൻ പറ്റത്തില്ല, മക്കൾക്ക് വേണ്ടിയല്ല, അപ്പൊ ലൈഫ് തന്നെ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. കാരണം നമുക്കെന്താ, ഞാൻ പഠിച്ചു വന്നതും എഴുതാൻ ഇഷ്ടമായിരുന്നു, വായിക്കാൻ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ടച്ച് വിട്ട് നമ്മൾ ചെയ്യാറുമില്ല. അതിന് പോയാൽ ഇതിൻ്റെ സമയം കുറയും. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്, അപ്പോൾ മോൾ എൻ്റെ അടുത്ത് മിക്കവാറും പറയും, അമ്മ എൻ്റെ കവിതകളൊക്കെ എഴുതി പഴയതൊക്കെ കാണുമ്പോൾ പറയും, അമ്മ എന്തിനാ അത് മാറ്റി വെക്കുന്നത്? മലയാളം മലയാളക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് മോള് പറയും, അമ്മ എന്തിനാ എഴുതണം എന്ന് എന്നോട് പറയും. അപ്പം ഞാൻ പറയും, എല്ലാം കഴിഞ്ഞിട്ടേ ഇവരൊരു ട്രാക്കിൽ എത്തുമല്ലോ, അതിനുശേഷം പ്രായമൊക്കെ ആകുമ്പോൾ മോളിലൊരു മുറിയൊക്കെ വെച്ച് അവിടെ നിന്ന് പതിയെ ഞാൻ തുടങ്ങാം. അങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, നിങ്ങളൊന്ന് ട്രാക്കിൽ എത്തിയിട്ട് വേണം അമ്മയ്ക്ക് എഴുതി തുടങ്ങാൻ. ഇപ്പൊ മോനൊരു ട്രോഫിയും കൊണ്ട് വീട്ടിൽ വന്നില്ല, അതായത് ഫൈനലിസ്റ്റ് വിന്നർ ആയതിന്റെ ട്രോഫിയും കൊണ്ട്. ഈ ഒരു മൊമെന്റിൽ അച്ഛനോടും അമ്മയോടും ചേച്ചിനോടും പറയാൻ എന്നോ ഉള്ളേ? അതിന്റെ അകത്തൊരു വീഡിയോ ഉണ്ട്. ആ വിന്നർ ആയപ്പോ ഞാൻ അച്ഛനെ അമ്മയുടെ നോക്കിയിട്ടൊരു വീഡിയോ ഉണ്ട് അതില്. അപ്പൊ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ വീഡിയോയില്. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അമ്മേന്റെ ഗ്രൂപ്പായിട്ട് മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഈ ചേച്ചി ചോദിച്ചത് നീ തന്നെ വിന്നറാവല്ലോ 100% എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ ഇവള് അങ്ങനെ പിന്നെ അവള് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ. ഇവൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ ചുമ്മാ ചോദിക്കും ആരാവിടെ വിന്നർ, കപ്പോടെ ഇരിക്കല്ലേ ആരാവും എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ അപ്പുറത്തെ ആൾക്കാരൊക്കെ കൊണ്ടുപോകാതിരിക്കുമല്ലോ ചോദിക്കുമ്പോ ഇല്ല ഞാനാവും ചുമ്മാ ചോദിക്കും അപ്പൊ കിട്ടിയില്ലെങ്കിൽ എന്ത് അടുത്ത പ്രാവശ്യം ട്രൈ അത്രേ ഉള്ളൂ. പക്ഷെ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ട് ഇവൾക്കൊരു സന്തോഷമില്ല. സന്തോഷമില്ല. അതെ, ചേച്ചിക്ക് സന്തോഷം ഉള്ളതിന്റെ അത് ചേച്ചിയുടെ മുഖത്തുണ്ട്. സന്തോഷം മുഖത്തിലില്ല. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആ സമയത്ത് പറഞ്ഞത്, എനിക്ക് ഇനിയും മുന്നോട്ട് കിടക്കുമല്ലേ. അതെ, അങ്ങനെ ഒരു വാക്കാ പറഞ്ഞത്. നിങ്ങളും അത് തന്നെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിച്ചത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ഓഡീഷന് പോലും കിട്ടുമെന്നുള്ള ഡൗട്ടിലാണ് നമ്മൾ. കാരണം അത് അവർക്ക് വലിയൊരു കഷ്ടപ്പാടിലേക്ക് എത്തിക്കും അവരെ തന്നെ, ക്രൂവിനെ തന്നെ. കാരണം ഇത് ചെറിയ കുട്ടിയല്ലേ, ഇത് പെട്ടെന്ന് പാട്ട് പഠിച്ച് പാടണം, അതിനകത്ത് കരയാനോ അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ല, സ്റ്റേജിൽ അത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ അവരത് എന്തായാലും ഇവനെ പരീക്ഷിച്ചെടുത്തു. അതിനകത്ത് ഓഡീഷൻ്റെ ടൈമിൽ ഓസാധീര എന്ന് പറയുന്നൊരു പാട്ട് പാടി. അപ്പോൾ ആ സമയത്ത് മോന് അച്ഛൻ്റെ മടിയിൽ ഉറങ്ങുക, ഞങ്ങൾ പോയിട്ടില്ല. അപ്പം ഉറക്കത്തിൽ ഇവൻ്റെ ടൈമായി ചെയ്യാനുള്ള ഷെഡ്യൂൾ അവർ കറക്റ്റാക്കി വെച്ച് ആ സമയത്ത് വിളിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മോൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. ഒരുപക്ഷെ അവരതൊരു എക്സ്പെരിമെന്റ് ചെയ്തായിരിക്കും. കാരണം ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പാടുവോ അല്ലെങ്കിൽ ആ സമയത്ത് കരയുവോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് 15 പേരേ ഉള്ളൂ. ഒരാളെത്തിയിട്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവനത് പാടി, അവിടെ നന്നായിട്ട് പാടി. അതൊരു ചെയറിൽ നിന്നിട്ട് പാടുന്നത്, ഒരു പ്ലാസ്റ്റിക് ചെയറിൽ നിന്ന് പാടുന്നത്. അതെ, അത് കണ്ടപ്പോൾ ഞാനും വിഷമിച്ചു പോയി. കാരണം ഉറക്കത്തിൽ നിന്ന് പോയിട്ട് ചെന്നിട്ട് ആ ചെയറെ കയറി നിന്നിട്ടത് പാടുക എന്ന് പറയുന്നത് മുഖം കാണുമ്പോൾ ഒരു തണുത്തിട്ട് ഞാൻ ജാക്കറ്റ് ഇട്ടത് തണുപ്പെടുത്ത് മൊത്തത്തിൽ സെറ്റിന്റെ ഉള്ളിൽ നല്ല